Watch full episodes on Jio Hotstar. ഹലോ ചോട്ടു, ഞാനൊരു പുതിയ പ്ലെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ കാണാൻ വരുന്നോ? നീ എന്ത് ചോദ്യോ പോലെ ചോദിക്കുന്നേ? നമുക്കാരും കാണാത്തൊരു സ്ഥലത്തേക്ക് യാത്ര തന്നെ പോയേക്കാന്ന്. ആ സ്ഥലത്തിന് ഞാനൊരു പേര് കണ്ടു വെച്ചിട്ടുണ്ട്, ലോസ്റ്റ് ഐലൻഡ്. ലോസ്റ്റ് ഐലൻഡോ? നമുക്ക് എന്തായാലും പോയേക്കാം. ഞാൻ പോയി അമ്മയോട് പെർമിഷൻ ചോദിച്ചിട്ട് വരാം. ലോസ്റ്റ് ഐലൻഡ് കാണാൻ പോവുകയാണോ? അതിന്റെ അർത്ഥം എന്തോ നിധിയുണ്ടെന്നല്ലേ? വരൂ, നമുക്കും അവരെ പിന്തുടർന്നു പോകാം. ബോസ്, നമുക്കും നിധി തേടി പോയാലോ? ഞാനാണ് ജോൺ തന്നെയായിരിക്കും ഡോൺ. മോട്ടു പത്തിലു നിധി കണ്ടുപിടിക്കും, അത് തട്ടിയെടുക്കും ഈ ജോൺ. വേഗം ചെന്ന് പ്ലെയിനിനകത്ത് കയറിയിരിക്ക്. ലോസ്റ്റ് ഐലൻഡ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. ബോസ്, അതാ നോക്കൂ. ഇതിനെ പിടിച്ച് മാറ്റ്, ഇതിനെ പിടിച്ച് മാറ്റ്, എന്നെ രക്ഷിക്കും. അതെന്താ ബോസ്, ഇപ്പൊ കവിതയൊന്നും വരുന്നില്ലല്ലോ? എപ്പ നോക്കിയാലും അവന്റെ ഒരു കവിത. ആദ്യം എന്നെ ഒന്ന് രക്ഷിക്കടാ. ഇതെന്താ ഈ പറ്റിയത്? എനിക്ക് പ്ലെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇനി പ്ലെയിനിന്റെ എഞ്ചിൻ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിരിക്കുമോ? പൊളിക്കെടുത്തല്ല, ഡോക്ടർ ഇതുവരെ ഉണ്ടാക്കിയതൊന്നും ഇതുവരെ ശരിക്കും വർക്ക് ചെയ്തിട്ടേ ഇല്ല. എന്റെ തല ചുറ്റിട്ട് വയ്യേ. പൊളിക്കെടുത്തല്ല. നമ്മളെങ്ങോട്ടായി പോണത്?
മനോഹരമായ സ്ഥലം, പിക്നിക്കിന് പറ്റിയ സ്ഥലം തന്നെ. പൊളിച്ചെടുത്തല്ലോ. ഇവന് ഇപ്പോഴും പിക്നിക്കിന് വന്നിരിക്കുന്ന മൂടാണ്. തിരിച്ചു പോണെന്നുള്ള ചിന്തയൊന്നും ഇവനില്ല. അതെ, ഇതെന്താണ്? ഇത് തലയില്ലാത്തൊരു ഡൈനോസോർ എന്നാ തോന്നുന്നേ. ഒരുപാട് കാലമായിട്ട് ഇത് ഇവിടെ തന്നെ ആയിരിക്കും കിടക്കുന്നത്. അതെന്താ? എന്ത് ഭംഗിയുള്ള പല്ലിയാണത്. ആരും മിണ്ടരുത്. അത് എന്ത് ചെയ്യുവാണ് നോക്കാം. പൊളിച്ചെടുത്തല്ല. ഈ ഡൈനോസറിന് ഇപ്പോഴും ജീവുണ്ട്. എനിക്ക് ഇപ്പോഴാ ഓർമ്മ വന്നത്, ഇത് ടോട്ടിറ്റോറസ് ആണ്. ഇത് ആമയെ പോലെ കഴുത്തുള്ളിലേക്ക് വലിച്ച് ഒളിച്ചിരിക്കും. ഇര വരുന്നത് വരെ ഇവൻ കാത്തിരിക്കും. ഇര വന്നു കഴിഞ്ഞാ തല പുറത്തേക്ക് കൊണ്ടുവന്ന് അതിനെ ആക്രമിക്കും. വിടാതിന് വിടാൻ. ഓടിക്കോ. വേലി കിടന്ന് പാമ്പിന്റെ അടുത്ത് മുണ്ടിന്റെ ഉള്ളിലിട്ട് അവസ്ഥയായി പോയല്ലോ എനിക്ക്. ഇതിനെയാണ് പാടി കൊടുത്ത് അടി മേടിക്കാന്ന് പറയാ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ വല്ല ഐഡിയ തരൂ. ഐഡിയ. സമൂസയുടെ ബാഗ്. മോട്ടു, നീ ഓടിക്കൊണ്ടേ ഇരിക്കേ. നിനക്ക് ചാർജ് ചെയ്യാനുള്ള ചാർജർ ഞാനിപ്പൊ കൊണ്ടുവന്ന് തരാട്ടോ. കിട്ടി പോയി. മോട്ടു, ഇന്ന പിടിച്ചോ സമൂസ. എന്നിട്ട് കാണിച്ചു കൊടുക്ക് നമ്മൾ ആരാണെന്ന്.
അല്ല നിങ്ങളൊക്കെ ആരാ ഈ പാറ്റ പൊടിയുന്ന പോലെ എവിടെന്നാ വന്നത്? ഈ കാട്ടിലെ ദേവതമാരുടെ കൃപ കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ വിമാനം തകർന്നു വീണപ്പോ തൊട്ട് ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഈ കാട്ടിലെ ദേവതമാരുടെ കൃപ കൊണ്ട് ഞങ്ങൾ എപ്പോ വിചാരിച്ചാലും അപ്രത്യക്ഷമാകാൻ സാധിക്കും. ഓ ഇത് മോൻകിസ വർഗക്കാരാണ്. ഇവരെ കുറിച്ച് എനിക്ക് വായിച്ചറിവേയുള്ളൂ, പക്ഷെ ഇപ്പോൾ കാണുകയും ചെയ്തു. കാഴ്ചയിൽ കുരങ്ങന്മാരെ പോലെ തോന്നിപ്പിക്കുന്ന മനുഷ്യരാണിവർ. എന്റെ പേര് ജുസു എന്നാണ്. റിനോദയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ നേതാവ് സിമയാണ്. നിങ്ങൾ എല്ലാവരും വളരെ പരാക്രമികളാ. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഗസാമയെ ഇങ്ങനെ പൊരുതി തോൽപ്പിച്ചത്. ആ ലിസയെ രക്ഷപ്പെടുത്തിയതിലൂടെ നിങ്ങൾ വലിയ കാര്യമാ ചെയ്തത്. അതൊരു സാധു മൃഗമാ. കാട്ടിലെ ദേവീദേവന്മാരുടെ അനുഗ്രഹം നിങ്ങൾക്ക് എന്നും ഉണ്ടാകട്ടെ. ഇത് വാങ്ങിക്കൂ. ഈ മരുന്ന് അതിന് പുരട്ടിക്കൊടുക്കൂ. കൂട്ടുകാരാ, നീ ചെന്ന് നല്ലപോലെ വിശ്രമിക്കൂ. നിനക്ക് ആവശ്യം ഇപ്പൊ വിശ്രമമാണ്. അതുകൊണ്ട് പോയി ഉറങ്ങിക്കോ. കഴിക്കാനെന്ന് പറഞ്ഞ് അവിടെ എവിടെയും ചുറ്റിക്കളിക്കരുത്, കേട്ടല്ലോ? നിങ്ങൾ ആരാണ്? എവിടുന്ന് വരുന്നു? ഇത് നിങ്ങൾ എന്ത് വാഹനത്തിലാണ് യാത്ര ചെയ്തത്? ആദ്യം ഇവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്ക്, പിന്നീടാവാം കുശലാന്വേഷണമൊക്കെ. ഇവരിപ്പോ നമ്മുടെ അതിഥികളാ. എനിക്ക് പേടിയാവുന്നു. എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് അമ്മയെ കാണണം. ഇവൻ ഇത് വർത്താനം പറഞ്ഞു തുടങ്ങി. എനിക്കിത് അറിയില്ലായിരുന്നു. ഞാനിത് അറിഞ്ഞില്ല. ഇവനൊരു മൂകനായിരുന്നെന്നാ ഞാൻ കരുതിയത്. ഓ കഷ്ടം. ഇവനെ കൊണ്ട് ഞാൻ അത് ഞാൻ കൊഞ്ഞയെ കൊണ്ടല്ല ഇത്രയും നാൾ സംസാരിക്കാനിരുന്നത്. ഇപ്പൊ എനിക്ക് പേടിയെ കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നു. അമ്മേ, നിങ്ങൾ രണ്ടുപേരും കൂടി നിധിയുടെ കാര്യം പറഞ്ഞ് എന്നെ മോഹിപ്പിച്ച് കുടുക്കി കളഞ്ഞല്ലോടാ. കുട്ടിക്കാലത്ത് അമ്മ അച്ഛനും പറയുമായിരുന്നു സത്യാഗ്രഹം ആപത്താണ്, ആപത്താണ്, ആപത്താണെന്ന്, ആപത്താണെന്ന്. അച്ഛനും അമ്മയും പറഞ്ഞു തന്നിട്ടുണ്ട് അത്യാഗ്രഹം ആപത്താണ്, ആപത്താണ്. Sorry, boss. എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. എനിക്ക് ഇതിന്റെ ലഞ്ചും ആവണ്ട, ഇതിന്റെ ഡിന്നറും ആവണ്ട. ആരെങ്കിലും ഇതിനെ പറഞ്ഞെന്ന് മനസ്സിലാക്ക. എന്നെ രക്ഷിക്കൂ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. കവിതയ്ക്കുണ്ടായവനെ നീ കവിതയുടെ കാര്യം വിട്ട് എന്നെ രക്ഷിക്കാൻ നോക്ക്. നിങ്ങളെ രക്ഷിക്കാനാണോ അതോ കൊല്ലാനാണോ പരിപാടി? ഞങ്ങൾ അക്കാണുന്ന ഏറുമാടത്തിലാ താമസിക്കുന്നത്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ മൂപ്പ, നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്രത്യക്ഷരാവാൻ കഴിയുന്നത്? ആ സമയത്ത് നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ സാധിച്ചില്ലല്ലോ. ഈ പഴം നോക്കൂ. ഇത് തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും അപ്രത്യക്ഷമാകാം. മാമ മാമ നോക്കി എന്ത് നല്ല പൂമ്പാറ്റകളാ.
വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ കുട്ടികൾ അന്നും ഇവിടെ ഓടിച്ചാടി കളിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ആ സന്തോഷം അധിക നാൾ നീണ്ടു നിന്നില്ല. എല്ലാം അവസാനിച്ചു. എന്താ എന്താ സംഭവിച്ചത്? ഏ? ഏ? റോക്കോട്ടോസിന്റെ പടയാളികൾ ഇറങ്ങി ഓടിക്കോ ഓടിക്കോ. എല്ലാരും ഓടിക്കോ. എന്റെ അമ്മോ. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. മോട്ടു പത്ലുവിന് അപകടമുണ്ട്. അതെ ഇവിടെ 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 പെട്ടെന്നാവട്ടെ. അതെ ഇവിടെ ഇവിടെ പെട്ടെന്നാവട്ടെ. ഇവിടെ ഇവിടെ പെട്ടെന്നാവട്ടെ. അവരിങ്ങോട്ടാ വരുന്നത്. നമുക്ക് വേഗം ഓടി ഒളിക്കാം. എന്റെ മോട്ടു. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഞാൻ നിയമത്തിന്റെ ഭാഷയിൽ നിന്നോട് പറയാണ്. ഓ ബല്ലെ ബല്ലെ, ഓ ബല്ലെ ബല്ലെ, ഓ ബല്ലെ ബല്ലെ, ഓ ബല്ലെ ബല്ലെ. മുകളിലുള്ളവന്റെ കാരണം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. മുകളിലുള്ളവരൊക്കെ താഴെ വരുന്നുണ്ട്. അവിടെ നോക്കൂ. ഇതെന്താ ഇവിടെ മരങ്ങൾ പറക്കുവോ? ഇത് അടിപൊളി സ്ഥലമാണല്ലോ. ഇവിടുത്തെ മരങ്ങളൊക്കെ പറക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും പിക്നിക്കിന്റെ മൂഡിൽ തന്നെയാ.
സൂസുവിനോടൊപ്പം 4 പേരെ കാണാതായിട്ടുണ്ട്. അതിഥികളായി എത്തിയവരിൽ ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല. രക്ഷപ്പെട്ടോ? വളരെ സന്തോഷമുണ്ട് മറിഞ്ചേട്ടോ. നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളെ രക്ഷപ്പെട്ടത്. താങ്ക് യു മിസ്റ്റർ ട്രീ. പണ്ടുള്ളവർ പറഞ്ഞു കേട്ട അറിവേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ മരങ്ങൾക്ക് പറക്കാൻ കഴിവുണ്ടെന്ന്. പക്ഷെ അതാരും കണ്ടിട്ടില്ലായിരുന്നു. ഭാഗ്യം കൊണ്ടാ നിങ്ങൾ രക്ഷപ്പെട്ടത്. Watch India's largest kids library only on Jio Hotstar. Download the app now.